അലിബായുടെ ആൾക്കാർക്ക് ഞാൻ എപ്പോഴും പൈസ കൊടുത്തതാ. ആരാണ് അലിബായ്? ആരാലിബായ്? എനിക്ക് അവന്റെ പേരെ കേൾക്കണ്ട. അലിബായ് അറിയില്ലെന്ന് പറഞ്ഞു. എനിക്ക് 10 ലക്ഷം രൂപ വേണം. ആരാ? ഗുരു. എന്താ കാര്യം? മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. എന്തിനാ? ഗോപി, മീറ്റിംഗിന് തമ്പിയോടും വരാൻ പറ. അവൻ എന്തിനാ? പോലീസിന്റെ മുൻപില് നിന്റെ ധൈര്യം ഞാൻ കണ്ടതാ. നീ തന്നെ ഫോൺ ചെയ്യ്. ഞാനോ? 8 4 1 0. അണ്ണാ, ഇതുപോലത്തെ ഒരു ഐറ്റം നമുക്കും വേണം. നീ ഞങ്ങളുടെ ഏരിയ ആൾക്കാരെ. അവന്റെ മുഖമൊന്ന് ഞാൻ കണ്ടോട്ടെ. എന്തിനാ അങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നേ? എന്നെ പ്രേമിക്കാൻ ഉദ്ദേശമുണ്ടോ? ആ, എന്റെ പണം വാങ്ങി നീ അവരുടെ കൂടെ ചേർന്നു. എന്നിട്ട് റൂട്ട് മാറ്റി അവന്റെ ആൾക്കാരുമായിട്ട് എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണല്ലേ? എനിക്ക് എല്ലാരും ഒരുപോലെ. നീ പണം തന്നാ ദാ ഇവനെ വേണമെങ്കിലും ഞാൻ പൊക്കും. എടാ, നീ മനുഷ്യനാണോ അതോ മൃഗം? എപ്പോഴാടാ നിന്നെ എനിക്ക് വേട്ടയാടാൻ കിട്ടുക? നോക്ക്, നിങ്ങളുടെ ഏരിയയിലേക്ക് ഞങ്ങൾ വരില്ല, ഞങ്ങളുടെ ഏരിയയിലേക്ക് നിങ്ങളും വരാൻ പാടില്ല. നമ്പർ 2, ഈ ദാസിനെ ഞങ്ങൾക്ക് വേണം. എന്നെ നീ കൊല്ലോ? നിനക്കെന്നെ കൊല്ലോടാ? പേപ്പറിൽ ഫോട്ടോ വന്നതിന് ശേഷം വലിയ ദാതയാണെന്ന വിചാരം. അതേടാ, ദാതയാ. വലിയ ദാതയാടാ ഞാൻ. ദാദാ. ഞങ്ങളുടെ ഏരിയ വന്ന് വിരട്ടി പണം വാങ്ങിവൻ. ഇനിയും വാങ്ങോടാ. എന്ത് ചെയ്യുന്നേ? അലിബായി അറിയില്ലെന്ന് പറഞ്ഞു. അതേടാ പറഞ്ഞു. ആരാടാ അലിബായ്? ഗുരു ഇരിക്ക് ഗുരു, ഇരിക്ക്. അവന്റെ അടുത്ത് ഈ മാറ്റർ ഡീൽ ചെയ്യാൻ പറഞ്ഞ ഞാൻ തന്നെയാ. അലിഭായ് ആരാണെന്ന് എനിക്ക് പോലും അറിയില്ല. ഗുരു, എന്ത് കിളക്കാനാ ഈ മീറ്റിംഗ്? എല്ലാം കിഴങ്ങന്മാരാണല്ലോ. ഒരു തട്ട് കെട്ടിട്ട് പോയാലോ? നോക്ക്, എവിടെന്നാ നീ സംസാരിക്കാൻ നിനക്കറിയോ? എന്താടാ പറഞ്ഞേ? ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ട് ഞങ്ങളെ തട്ടുമെന്ന് പറഞ്ഞോ? തട്ടുവാ, തട്ട്. കൈയെടുക്കടാ. ഇല്ലടാ, എടുക്കല. നീ എന്ത് ചെയ്യും? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഗുരു, അവന്റെ കാര്യം വിട. നീ പറ, തീർക്കട്ടെ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ ഒന്ന് മൂളിയാ മതി, തീർത്തേക്കാം. തീർക്കോടാ, തീർക്കോ. ഇന്നലെ വന്ന കൊച്ചു പയ്യൻ കൊച്ചാണോന്നല്ല നോക്കേണ്ടത്, ബുള്ളറ്റ് ഇവിടെ കേറുന്നതാണ് പ്രധാനം. അലിബായ് അറിയില്ല നിനക്ക്? അലിബായ് അറിയില്ല നിനക്ക്? ശരി, ഇവിടെ അറിഞ്ഞില്ലെങ്കിൽ പോട്ടെ. ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാ? നീ കാരണം ഞങ്ങൾ എല്ലാവരും ചത്തേനെ. ഇവനെ നമുക്ക് വേണോ? എന്താടാ പറഞ്ഞേ? എന്നെ വേണോന്നോ? എന്റെ കാര്യമെന്ന് പറഞ്ഞേ? തുടങ്ങിയല്ലോ. നിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ ചേർത്ത് വേണം. തെറ്റ്. ഏയ് വാ. എല്ലാവരും വന്നല്ലോ അല്ലേ? കാപ്പിയും ടിഫിനും എല്ലാം കഴിച്ചല്ലോ? നല്ല തൃപ്തിയായിട്ട് കഴിച്ചു സാർ. ആ, സിഗരറ്റ്, മുറുക്കാൻ എന്തെങ്കിലും വേണോ നിങ്ങൾക്ക്? നിങ്ങൾ ഞങ്ങളെ കളിയാക്കല്ല, സത്യം പറഞ്ഞതാ. ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, എഴുന്നേക്കണം. ഇതൊക്കെയല്ലേ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്? ചോദിക്കേ. ഈ സംഭവത്തിൽ ആരെങ്കിലും സംശയമുണ്ടോ സർ? 2 ഗ്രൂപ്പുകൾക്കിടയിൽ നടന്ന വഴക്ക. എന്തിനാ തമ്മിൽ വെടിവയ്പ് നടന്നതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല.
ഇത്രയും ജീവൻ പോയിട്ട് അലക്ഷ്യമായിട്ടല്ലേ പറയുന്നേ? അപ്പൊ സ്കൂളിനെല്ലാം ലീവ് കൊടുത്ത നിയമസഭയിൽ കൂടി താഴ്ത്തി കെട്ടിയാലോ? ഒരു ഉത്തരവാദിത്തമുള്ള ഓഫീസറായിട്ട് മറുപടി പറ. നല്ല ചോദ്യം. നിങ്ങളെ പ്രതീക്ഷിക്കുന്നത്. ഒളിവിൽ കഴിയുന്ന പ്രതിയെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളിൽ ചിലർ അവരിയ്ക്കുന്ന സ്ഥലത്ത് പോയി മാനിറച്ചിയും മൊയിലിറച്ചിയും നല്ല ബേഷായിട്ട് കഴിച്ച് ഇന്റർവ്യൂ എടുത്തുകൊണ്ട് വന്ന് നിരപരാധിയുടെ വെളിപ്പെടുത്തലെന്ന് പറഞ്ഞ് ഫ്രണ്ട് പേജിൽ കൊടുത്ത് അവനെ ഹീറോ ആക്കും. എന്നാൽ അവനുള്ള സ്ഥലം ഞങ്ങളെ ഇൻഫോം ചെയ്യാൻ മനസ്സ് കാണിക്കണ്ടേ? അത് ചെയ്യില്ല. മാധ്യമ സ്വാതന്ത്ര്യം തടയുന്നു. ഏത് മാധ്യമ സ്വാതന്ത്ര്യം? എന്ത് മാധ്യമ സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടത്? ഈ നാട്ടിലെ എല്ലാ ക്രിമിനൽസുമായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളിൽ ചിലർ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ എഴുതി വിടാറ്? ഒരേ സമയത്ത് 5 പേരുടെ കാമവർക്ക് ഇരയാകേണ്ടി വന്ന 10 വയസ്സായ വിദ്യാർത്ഥിനി ഇങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി കളർ ഫോട്ടോയും കൊടുത്ത് ആ കുട്ടിയുടെ ജീവിതം നിങ്ങൾ തന്നെ നശിപ്പിക്കുക. ഏതെങ്കിലും ഒരു കൊടും ക്രിമിനലിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്താൽ ജയിലിൽ പോയി അവനെ ഇന്റർവ്യൂ എടുത്ത് നിങ്ങൾ VIP ആക്കല്ലേ? അവനാണെങ്കിൽ ചിരിച്ചോണ്ട് ടാറ്റ കാണിച്ചോണ്ട് പോകും. ഒരു തന്നെ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്ത ഡൽഹിയിൽ നിന്ന് അവന് വേണ്ടി വക്കീൽ വരും. ഏതെങ്കിലും ഒരു ഇന്ത്യൻ അമേരിക്കയിൽ പോയി റിസർച്ച് ചെയ്ത് ഒരു ഗോൾഡ് മെഡൽ വാങ്ങിയിട്ട് വന്ന നിങ്ങളുടെ പത്രത്തിന്റെ അവസാനത്തെ പേജിൽ ഏതെങ്കിലും ഒരു മുറിക്ക് കോളത്തിൽ ഒതുക്കുന്നു. ഏത് ന്യൂസ് എവിടെ ഇടണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം സാറേ. ആരത്? സ്വാമി GP മുകുന്ദൻ, സ്ഫോടനം പത്രം. അത് നീയാണല്ലേ? ആക്സിഡന്റിൽ ലോറി ഡമാറ്, ഡ്രൈവർ പടാർന്ന് എഴുതിയ ആൾ നീയല്ലേ? അവിടെ ചത്തവന്റെ കുടുംബം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ തമാശ എഴുതി വിടാ. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബത്തെ മറന്ന് രാത്രിയും പകലും ഡ്യൂട്ടി ചെയ്യുക. എന്നാൽ നിങ്ങൾ നാട്ടിലെ ക്രമസമാധാനം നഷ്ടപ്പെട്ട് പോലീസ് നിഷ്ക്രിയമാണെന്ന് എഴുതി വിടുന്നു. സാർ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാവോ സാർ? ടെലിവിഷൻ റിപ്പോർട്ടറാ, പറയാം. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നാടിന്റെ സംസ്കാരത്തെപ്പറ്റി അല്പം പോലും ചിന്തിക്കാതെ മരുമകളുടെ ചാരിത്രം കവർന്നെടുത്ത അമ്മായി അച്ഛന്റെ കാമവറി വാച്ച് ആഫ്റ്റർ ദ ബ്രേക്ക് എന്ന് പടച്ചുവിട്ട് നിങ്ങളെ TRP റേറ്റ് നിങ്ങൾ കൂട്ടുകയല്ലേ ചെയ്യുന്നത്? പൊതുജനങ്ങൾ അതാ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് ഞാൻ പറയാം. ഓരോ പോലീസും യൂണിഫോം ഇട്ട് സാധാരണ മനുഷ്യന്, ഓരോ മനുഷ്യനും യൂണിഫോം ഇടാത്ത പോലീസും. ഈ സമൂഹത്തിൽ ആർക്കും ഉത്തരവാദിത്തമില്ല. ഉത്തരവാദിത്തമുള്ള ഏക ഡിപ്പാർട്ട്മെന്റ് പോലീസ്. പോലീസ് 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 സോറി, ഞാൻ അല്പം ഇമോഷണലായി. എഴുതിക്കോ. നിയമം അതിന്റെ കടമ നിറവേറ്റും. ഹായ്. വീട്ടിലേക്കാ? യാ. അതെന്താ കയ്യിലൊരു കളർ ബോക്സ്? ടിഫിൻ ബോക്സ്, ഉപ്മാവ്. ഉണ്ടോ അതില്? ഇല്ല, എപ്പോഴേ കാലി. കയ്യോടെ പിടിച്ച് ഇൻസ്പെക്ടറെ ഏൽപ്പിക്കേണ്ടതാ. സെൽ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങളുടെ നമ്പർ എത്രയാ? ഇങ്ങതാ, ഇതിൽ നിന്ന് എന്റെ ഫോണിലോട്ട് ഒരു മിസ് കോൾ കൊടുത്തേക്കാം. ഓക്കേ. ഓക്കെ, താങ്ക്സ്. അണ്ണാ, എന്തെങ്കിലും ധർമ്മം തന്ന് സഹായിക്കണേ. ഫോളോ ചെയ്യുന്നോടാ പിച്ചക്കാരാ. ഓടിച്ചെന്നിട്ട് പല്ല് തീർപ്പിക്കും. ഈ ഗെറ്റപ്പിൽ എന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. എക്സ്ക്യൂസ് മീ. യെസ്. അദ്ദേഹം വരും. ആര്? എന്റെ ഹസ്ബൻഡ് ബാത്റൂം പോയിരിക്കുക. അല്ല, ലോക്കൽ ട്രെയിനിൽ ബാത്റൂം ഇല്ലല്ലോ. ശരി, എഴുന്നേക്ക്. എന്തിന്? എഴുന്നേക്ക്. എന്തിനാന്ന്? എഴുന്നേക്കടി. വാട്ട്? ബാത്തും കോഴിയൊന്നും ഇല്ല. മൂക്ക് നോക്കി ഒരെണ്ണം തന്നാലുണ്ടല്ലോ മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ മാറും. ദിസ് ഇസ് ടു മച്ച്. ചേലക്കാതെ പോ. കണ്ടാ പഠിച്ചതാന്നേ തോന്നും. ഒട്ടും വിവരമില്ല. സിസ്റ്റർ, യു ഡോണ്ട് പാനിക്. പ്ലീസ് ബി സീറ്റഡ്. അവനെ കാണാനില്ല. ചവിട്ടി അരക്കോടാ, കേടിച്ചൂടാ. ഒരുത്തൻ 2 പേരെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വണ്ടി അവിടെ പോയി. ഹായ്. ഹായ്. നിന്റെ ചേച്ചി എവിടെടാ? അതിന് ചേച്ചി എപ്പോഴേ പോയല്ലോ. ശരി, നീയെങ്കിലും വന്നല്ലോ. ദാ, ഒരു പ്രാവശ്യം നിന്റെ ചേച്ചിയോട് എനിക്കൊന്ന് ഫോൺ ചെയ്യാൻ പറയണം. ഓഹോ, ഫോണൊക്കെ ചെയ്യാൻ തുടങ്ങിയില്ലേ? ഇപ്പോഴാടാ. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. നീ ഒരു സുന്ദര കുട്ടനാടാ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഫ്യൂച്ചറിൽ നിന്റെ ചേച്ചി നിന്റെ സൈസ് ആയെങ്കിലോ? ഇറ്റ്സ് ഓൾ ഫാക്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതും കറക്റ്റാടാ. ഈ പാത്രത്തിൽ എന്താടാ? ഉപ്പുമാവ്. ഫാമിലി മൊത്തം ഉപ്പുമാവ് കഴിച്ച് വളരെയാണോടാ?
ഈ കുന്ത്രണ്ടത്തെ തല്ലിക്കൊന്ന് പുറത്തേക്ക് എന്താണ് നിങ്ങൾ വിചാരിച്ച് ഞാൻ പല വേഷങ്ങൾ കഷ്ടപ്പെട്ടായിട്ടുണ്ട് വരുന്നത്? കണ്ട ഉടനെ ബോഡി ചൂടാന്ന് വിളിച്ചാൽ എന്റെ കഷ്ടപ്പാടിന് എന്താണ് അർത്ഥം? എങ്ങനെയാടാ നിങ്ങൾ ഇത് കണ്ടുപിടിക്കുന്നത്? കുറെ ആളെ വിട്ട് ഫോളോ ചെയ്യാ? ഞങ്ങൾ എന്തിനോട് ആളെ വിട്ട് തന്നെ ഫോളോ ചെയ്യുന്നത്? തന്റെ കുടുംബയെ തന്നെ ഫോളോ ചെയ്യുന്നു. കൂഷ്മാണ്ടം. ആഹാ, ഇത്രയും കഷ്ടപ്പെട്ടിട്ടും തലയിലുള്ള കുടുംബം ഞാൻ ഓർത്തില്ലടാ. അനിയ, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളു. വണ്ടി നിന്നടാ കുന്ത്രണ്ടം. നിന്നല്ലേ? ഓ ഓടാ, പോകുന്നുണ്ടില്ലടാ. ഹായ് ലക്ഷ്മി, നിന്റെ മോളോട് സംസാരിച്ചോ? എപ്പോഴാ വരേണ്ടത്? സർ പ്ലീസ് വേണ്ട, ദയവ് ചെയ്ത് ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. എന്താ നിനക്കും നിന്റെ മോൾക്കും